ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംസ് ജെനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വിജയേട്ടനെ എല്ലാവരും കൂടെ അടിച്ച് ഏറിൽ കയറ്റിയിരിക്കുകയാണ്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയിലെ സ്പാർക്ക് എന്ന് പറഞ്ഞ സോങ് കൂടി വന്നതോടുകൂടി പുള്ളിക്ക് ഒരു ഒരു നിവർത്തിയില്ല. ഇങ്ങനെ വലിയ ഒരു ചുഴിയിൽപ്പെട്ട പോലെ പുള്ളി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു തരത്തിലും സ്റ്റേബിൾ ആവാൻ സമ്മതിക്കുന്നില്ല. വെങ്കട് പ്രഭു, യുവൻ ശങ്കർ രാജ, പോരാത്തതിന് ഫാൻസ് അടക്കം പല ആളുകളും ഈ സിനിമയുടെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വിജയിക്കാൻ ഒരു ചാൻസും ഇല്ലാതെ ഫ്ലോപ്പാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറെ ആളുകൾ. കാരണം കിട്ടിയ അവസരത്തിൽ മുതലെടുത്ത് വിജയിന്റെ സിനിമയെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രണ്ട് കിടലൻ അപ്ഡേറ്റുകൾ. അതിലൊന്ന്, സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഗംഭീരമാണെന്നാണ് പറയുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് നമുക്കിവിടെ നോക്കേണ്ടതായിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ട്. ഏറ്റവും പുതിയ പോസ്റ്റർ, ഐമാക്സ് പോസ്റ്റർ. ഇതാണ് പോസ്റ്റർ. പോസ്റ്റർ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നല്ല കിടിലൻ പോസ്റ്റർ എന്ന് നമുക്ക് പറയാം. കാരണം ഒറ്റ നോട്ടത്തിൽ കണ്ട നമ്മൾ കാണുന്നത് നമ്മുടെ വിജയിനെയും മുകളിലൊരു വിജയ് ഇങ്ങനെ ചാടി ഏതോ കയറിലേക്ക് പിടിക്കാൻ നോക്കുന്നതും അതിന്റെ കളറിങ്ങും പരിപാടികളൊക്കെയാണ്. രണ്ടും മൂന്നും നോട്ടം നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിനേക്കാളും ഗംഭീരമാണ് സത്യത്തിൽ ഈ ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ. അതായത് ഇപ്പൊ വന്നിട്ടുള്ള പോസ്റ്ററുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഏറ്റവും ക്വാളിറ്റി ഉള്ള പോസ്റ്ററും ഏറ്റവും മികച്ച പോസ്റ്ററും ഇതാണ് നമുക്ക് പറയാം. പക്ഷേ ഇതിനേക്കാളും നല്ല ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കൊരു തോന്നലുണ്ട്, ഇതിനേക്കാളും ഗംഭീരമായിട്ട് ഇതിന്റെ പോസ്റ്റർ ചെയ്യാമായിരുന്നു. അതുകൊണ്ട് നമുക്കിതൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി 4ഉം 5ഉം വട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. സൂമും കൂടി ചെയ്താൽ ഇതിന്റെ ഏറ്റവും മുകളിലുള്ള വിജയ് ഉണ്ടല്ലോ, ആ വിജയനെ വരച്ചു വെച്ചിരിക്കുകയാണ് അവിടെ. തൊട്ട് മുകളിലൊരു ഒരു വിമാനം പോകുന്നതാണ്. വിമാനത്തിന്റെ വാൽക്കുറ്റി മാത്രം കാണാം. അപ്പോ അതിൽ നിന്ന് താഴത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരു കയർ, അല്ലെങ്കിൽ അത് ഒരു പക്ഷേ വിമാനമാണെന്നുള്ള ഹെലികോപ്റ്റർ ആവാം. എന്തായാലും അതിന് താഴത്തേക്കുന്ന ഒരു കയർ, അതിലേക്ക് ഒരു ബാഗ് ഇട്ട് വിജയ് ഇങ്ങനെ ചാടുകയാണ്. പക്ഷെ സൂം ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കൂ, ഇത് വിജയനെ വരച്ചു വെച്ചിരിക്കുന്നു. ഇത് 18 വയസ്സുള്ള വിജയാണോ, അതോ ഇനി കുറെ പ്രായമുള്ള വിജയാണോ, അമൽ ഡേവിസിനെ പോലെ നിന്ന വിജയാണോ ഒന്നും അറിയില്ല. ഇനി ഇവ വരച്ചു വെച്ചിരിക്കണം. ഇവർക്ക് എന്തോ ഒട്ടും ബുദ്ധിയില്ലേ നമ്മൾ തോന്നിപ്പോകും. അവിടെയാണ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്. അത് ഇതിനിങ്ങനെ അടിച്ചു പരത്തുന്നതിന് പകരം വെങ്കട് പ്രഭു ഇത്രയും ബുദ്ധി ഇല്ലാത്തവനാണോ, ഇത്രയും മണ്ടനാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറേ സിനിമകൾ വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ഒന്ന് മാസ് എന്ന് പറഞ്ഞുള്ള സിനിമയാണ്. നമ്മുടെ എന്താ പറയാ, സൂര്യയുടെ മാസ് എന്ന് പറഞ്ഞുള്ള സിനിമ നല്ല വമ്പൻ കോമഡി സിനിമയായിരുന്നു. അതുകൊണ്ട് ചളി സിനിമ എന്ന് നമുക്ക് ഒഴിവാക്കി. പക്ഷെ ലാസ്റ്റ് ചെയ്തിട്ടുള്ള പടങ്ങളിലേക്ക് വരുമ്പോൾ മാനാട് എന്ന് പറഞ്ഞൊരു ഗംഭീരമായിട്ടുള്ള സൈഫൈ ചിത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ റോളർ കോസ്റ്റർ പോലെ ഇങ്ങനെ കറങ്ങി 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 പിന്നെയും ചിരിക്കുന്നു, പിന്നെയും വരുന്നു, അല്ലേ? സുട്ടാ സത്താർ റിപ്പീറ്റ്. ഇതൊക്കെ എന്ത് കിട്ടുന്ന സാധനം. എസ് ജെ സൂര്യ ആണെങ്കിലും അല്ലാതെ നമ്മുടെ ഇയാളാണെങ്കിലും എന്താ പറയുക, നടന്റെ പേര് കിട്ടുന്നുമില്ല. എനിവേ പുള്ളി ചിമ്പു സിലംബരസൻ പുള്ളിക്കാരനാണെങ്കിലും ഗംഭീരമായിട്ടുള്ള ചെയ്തിട്ടുള്ള സിനിമ. അപ്പൊ അത്തരത്തിലുള്ള സിനിമ വളരെ നന്നായിട്ട് മേക്ക് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്ത വെങ്കട് പ്രഭു വിജയനെ വെച്ചൊരു പടം കിട്ടുമ്പോൾ, അതും പുള്ളിക്കാരൻ ഡ്രീം പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞൊരു സാധനം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുമോ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതുവരെ മനഃപൂർവ്വം എന്താ ചെയ്യുക, ഹൈപ്പ് കുറക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ വിജയനെ ഇങ്ങനെ കൊണ്ടുപോയി വരച്ചു വെച്ചാൽ ആളുകൾ അത് സൂം ചെയ്ത് നോക്കും. മൊബൈലിൽ സൂമിങ് എന്നുള്ള സംഭവം ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നൊക്കെ അവർക്ക് ചിന്തിച്ചൂടെ? വരച്ചു വെക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ വിജയനെ വരക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വരച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കിയ പോലെ. മാത്രമല്ല നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ വിജയിന്റെ അടുത്ത് കൊടുത്തിട്ടുള്ള സൂര്യന്റെ വെളിച്ചം കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചമൊക്കെ കണ്ണ് കുത്തുങ്ങനെ അങ്ങനെ വെളിച്ചം കൊടുത്തിട്ടുണ്ട്. വിജയന്റെ ലുക്കും ഒക്കെ മൊത്തത്തിൽ കാണുമ്പോൾ പോസ്റ്റർ ഞാൻ പറഞ്ഞ ഒറ്റ നോട്ടത്തിൽ ഓക്കെയാണ്. പിന്നീട് 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞാൽ വ്യക്തമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൽ കാണാൻ പറ്റും. പക്ഷെ ഞാൻ അതിനെ ഒരിക്കലും ഒരു പൊട്ടത്തരായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ വിചാരിക്കുന്നില്ല. കാരണം അത് ഒരു മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് എന്റെ ഉള്ളിൽ എന്റെ ഒരു ഫീലിംഗ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് വെങ്കട് പ്രഭു അത്രമാത്രം വലിയൊരു പൊട്ടനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണ്? അതിലാണ് കാര്യം. കാരണം US തിയേറ്റർ ലിസ്റ്റ് അടക്കം പല കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഈ തിയേറ്ററിലൊക്കെ ഇങ്ങനെ സാധനം ഒട്ടിക്കുമ്പോൾ ഒരു സ്റ്റോറി ലൈൻ കൊടുക്കുമല്ലോ, അവിടുന്നാണ് ഈ സാധനം ലീക്ക് ആയിട്ടുള്ളത്. എന്താണ് ഇവർ പറയുന്നത് വെച്ചാൽ, അറിയപ്പെടാത്തൊരു ഭൂതകാലം, ആർക്കും അറിയപ്പെടാത്തൊരു ഭൂതകാലം അല്ലെങ്കിൽ ഭൂത ലോകം, അത് വെളിപ്പെടുക, അതിന്റെ നിഴൽ വെളിപ്പെടുകയാണ്. അങ്ങനെ വെളിപ്പെടുമ്പോൾ പണ്ട് മറവ് ചെയ്ത് വെച്ചിരുന്ന പല രഹസ്യങ്ങളും വെളിച്ചത്തിലേക്ക് വരികയാണ്. പല ആളുകളും അതറിയാണ്. അതോടുകൂടി അവിടെ വളരെ വിശ്വസ്തത ഉണ്ടായിരുന്ന
വളരെ മികച്ചു നിന്നിരുന്ന ഒരു തീവ്രവാദ വിരുദ്ധ സംഘടന അവരുടെ വിശ്വാസ്യതയെ അത് ചോദ്യം ചെയ്യുകയും അവരുടെ അസ്തിത്വം അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ മുഴുവൻ ആ ഒരു എന്താ പറയാ അവരുടെ ഫെയിമും കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിരുന്ന വർക്കും അതൊക്കെ ചോദ്യചിഹ്നത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഇവരെന്ത് ചെയ്യും? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് എന്താണ് ഈ വെളിപ്പെട്ടിട്ടുള്ളത്? എന്താണ് ഈ അറിയപ്പെടാത്ത ഭൂതകാലം എന്താണ്? ഇതൊക്കെയാണ് ഈ സിനിമ പറയുന്നത് എന്നുള്ളതാണ് ഒരു വൺ ലൈൻ ആയിട്ട് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഒരു സൈഫൈ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോ ഇത് എന്തായിരിക്കും ഈ അറിയപ്പെടാത്ത ഭൂതലോകം അല്ലെങ്കിൽ ഭൂതകാലം എന്ന് പറയുന്നത് അതായത് എന്താണ് സാധനം? എന്ത് കാലമാണ്? എന്തായിരിക്കും വെളിപ്പെടുന്നത്? അല്ലെങ്കിൽ ഈ തീവ്രവാദ വിരുദ്ധ സംഘടന ആരൊക്കെയാണ്? അവരെന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? അവർ പണ്ട് മറച്ചു വെച്ചിരുന്ന പല രഹസ്യങ്ങൾ എന്താണ്? അവർ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കാനുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കിടിലൻ ത്രെഡാണ്. അത് ഈ മാനാട് പോലൊരു സിനിമ ചെയ്തിട്ടുള്ള വെങ്കട് പ്രഭുവിന് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല പുള്ളിക്കാരൻ ഡ്രീം പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അത്രയും നല്ല ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെയായിരിക്കും ചെയ്യുക. നല്ല കിഡിലൻ ഫൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ കണ്ടിരുന്നു. റഷ്യ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. US ആണോ റഷ്യ ആണോ എനിക്ക് അറിയില്ല. അവിടെ ബൈക്ക് ചേസിങ് സ്റ്റണ്ടും കാര്യങ്ങളും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ 10-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വലിയ ഫൈറ്റ് സീക്വൻസ് ആണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒഫീഷ്യലി അവർ പുറത്തു വിട്ടിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഇത് മനഃപൂർവ്വം ഇവര് ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇവരിങ്ങനെ ഹൈപ്പ് കുറച്ച് ഞെട്ടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ വിജയ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇതിന്റെ ഫസ്റ്റ് കോപ്പി കണ്ടതിന് ശേഷം വിജയ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതായത് ഞാൻ സിനിമ നിർത്താൻ പോകുന്നു എന്ന് പറയുന്നത് കുറെ നേരത്തെ ആയിപ്പോയോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വെങ്കട് പ്രഭുവിന്റെ കൂടെ ഇനിയും പടങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചതിന് ശേഷം അയ്യോ ഞാൻ സിനിമ നിർത്തണമെന്ന് പറഞ്ഞ അബദ്ധമായി പോയോ എന്ന് നമ്മുടെ വിജയ് അണ്ണൻ ചിന്തിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണെന്ന് അല്ലേ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഇനി അല്ലാതെ ട്രോളന്മാർ പറയുന്ന ഒരു കാര്യം ഉണ്ട് അവിടെ. അതായത് ഇത് ഞാൻ ഈ നിർത്തി അവസാനത്തെ പടം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് നമ്മൾ ട്രോളന്മാർ പറയുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ സ്റ്റേറ്റ്മെന്റ് അവസാനം പറഞ്ഞ ഒരു വാക്കാണ്. അതായത് വെങ്കട് പ്രഭുവിന്റെ കൂടെ ഇനിയും പടങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫ്ലോപ്പായ ഒരു പടം ചെയ്തു വെച്ച ആളുടെ കൂടെ വീണ്ടും പടങ്ങൾ ചെയ്യാൻ വിജയ് പൊട്ടനൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്ഡേറ്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയറും കൂടെ ചെയ്താൽ സന്തോഷം.